അവൾ യേശുവിൽ വെച്ചിരുന്ന വിശ്വാസം യേശു കണ്ടപ്പോൾ അവളെ കുറിച്ച് പറയുകയാണ്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഞാൻ ഈ വിശ്വാസത്തെ കുറിച്ച് രാത്രി 9 മണി വരെ നിങ്ങളോട് സംസാരിച്ചാലോ, ബൈബിൾ സ്റ്റഡി നടത്തിയാലോ, നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസം വർദ്ധിച്ചില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല. ഹല്ലേലൂയ. അപ്പോൾ യേശു ആ സ്ത്രീയെ നോക്കി, ഹല്ലേലൂയ, നമ്മുടെ കാറ്റഗറിയിലെ വരാത്തൊരു സ്ത്രീയാവും അല്ലേ? നമ്മുടെ കൂടെ ഇരിക്കുവാൻ മടിക്കുകയും സമൂഹത്തിൽ വെറുക്കപ്പെട്ടവളും സമൂഹത്തിൽ ഒറ്റപ്പെട്ടവളുമായ ഈ സഹോദരിയെ നോക്കിക്കൊണ്ടാണ് യേശു പറഞ്ഞത്, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? ഹല്ലേലൂയ. എൻ്റെ വിശ്വാസം, ഞാനും ദൈവവുമായുള്ള വ്യക്തിപരമായ ഒരു വിശ്വാസമുണ്ട്. ഹല്ലേലൂയ. അല്ലേ? തീർച്ചയായിട്ടും ഈ സാക്ഷ്യത്തിന് സമയം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സാക്ഷ്യം കേട്ടിട്ടില്ലേ? നമ്മൾ സാക്ഷ്യം പറയാറുണ്ട് സാധാരണ. എൻ്റെ വിഷയം ഇതാണ്, അതാണ്, അങ്ങനെ പറഞ്ഞ് നമ്മൾ പറയും. അവസാനം സഭാവിശ്വാസികളും ദൈവദാസനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ സാക്ഷ്യം അവസാനിപ്പിക്കും. ഞാനൊരു കാര്യം പറയാം, വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ മേലുള്ള ഒരു വിശ്വാസം നമുക്ക് ആവശ്യമാണ്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ആരാധിച്ചാൽ മതി, നീ പോയാൽ മതി, നീ സംസാരിച്ചാൽ മതി എന്നുള്ളതല്ല. ഞാനും ദൈവവുമായി ഒരു പേഴ്സണൽ, ഒരു വ്യക്തിപരമായ ഒരു തീരുമാനം, വ്യക്തിപരമായ ഒരു വിശ്വാസം, വ്യക്തിപരമായ ഒരു ജീവിതം. ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെങ്കിലേ എനിക്ക് പ്രാപിപ്പാനായിട്ട് കഴിയുകയുള്ളൂ. ഹല്ലേലൂയ. ഈ സഹോദരിയെ ശ്രദ്ധിച്ച് നിങ്ങൾ, അവൾക്ക് വേറെ ആരുമില്ല. അവളെ സഹായിക്കാനോ അവൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവളെ മുന്നോട്ട് നയിക്കുവാൻ ആരും അവൾക്കില്ല. കാരണം അവളെ പറ്റി പറഞ്ഞിരിക്കുന്നു, വേദപുസ്തകം പറഞ്ഞ പാപിനിയായ സ്ത്രീ എന്നാണ്. അവളെ ഒന്ന് എന്താ പറയാ, മുന്നോട്ട് നയിക്കുവാൻ ആരുമില്ല. അവൾക്ക് നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുവാൻ ആരുമില്ല. അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ആരുമില്ല. ഹല്ലേലൂയ. അവൾ ഒറ്റയ്ക്കല്ലേ? അതെ. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവുമായുള്ള ബന്ധത്തിൽ നമുക്ക് യേശുവിൻ്റെ മേലുള്ള വിശ്വാസം വർദ്ധിച്ചേ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ ഈ സ്ത്രീയെ കുറിച്ച് ചിന്തിച്ചു. അവൾക്ക് ഈ വിശ്വാസം എവിടെ നിന്ന് ലഭിച്ചു? എങ്ങനെയാണ് യേശു ക്രിസ്തു ആ സ്ത്രീയെ നോക്കി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് യേശു ക്രിസ്തു പറയണമെങ്കിൽ അവളുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു? ഹല്ലേലൂയ. ഒറ്റ വാക്യം ഞാൻ പറഞ്ഞുവിടാം. യേശുവുമായുള്ള നിന്റെ ബന്ധം, യേശുവുമായുള്ള നിന്റെ വ്യക്തിപരമായ അറിവാണ് നിന്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറയട്ടെ, ഞാനും യേശുവുമായുള്ള ബന്ധം, ഞാൻ എത്രത്തോളം യേശുവിനെ അറിയുന്നുവോ അത്രത്തോളം വിശ്വാസം എന്നിൽ ജനിക്കും. ഹല്ലേലൂയ. ഞാൻ ദൂരത്ത് നിന്നാണ് യേശുവിനെ അറിയുന്നതെങ്കിൽ അത്രേ വിശ്വാസം കാണത്തുള്ളൂ. ഞാൻ യേശുവിനോട് അടുക്കുകയാണെങ്കിൽ
യേശുവിനെ കുറിച്ച് ഞാൻ അറിയുവാൻ തയ്യാറായി കഴിഞ്ഞാൽ, ഓരോ ദിവസവും യേശുവിനെ അറിഞ്ഞ് യേശുവിനോട് അടുത്ത് വരിക അല്ലെങ്കിൽ അടുത്ത് വരുമ്പോൾ യേശുവിനുള്ള വിശ്വാസം വർദ്ധിക്കും. അത് പേഴ്സണലാണ്, അത് വ്യക്തിപരമായുള്ള ഒരു ബന്ധമാണ്. ഹല്ലേലൂയ. നിങ്ങൾ വളരെ ടെസ്റ്റ് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾ യേശുവുമായി നിരന്തരമായ ബന്ധം പുലർത്തുമ്പോൾ, യേശുവുമായി നിങ്ങൾ അഭേദ്യമായ ബന്ധത്തിൽ നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ, നിങ്ങളിലുള്ള യേശുവിന്മേലുള്ള വിശ്വാസം വർദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. അത് പേഴ്സണലാ, വ്യക്തിപരമാകും. ഞാൻ യേശുവിനെ കുറിച്ച് നിങ്ങളോട് പറയുന്നു. നിങ്ങൾ കേട്ട ആ യേശുവിനെ കുറിച്ച് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിങ്ങൾ അംഗീകരിച്ച് യേശുവിനെ അറിയുവാൻ ശ്രമിക്കുമ്പോൾ യേശുവിന്റെ മേലുള്ള വിശ്വാസം വർദ്ധിക്കും. അതിന് നല്ലൊരു എക്സാമ്പിൾ ഈ ലൂക്കോസ് 19-ാം അധ്യായത്തിലുണ്ട്. സക്കായി, നല്ലൊരു മനുഷ്യൻ, നല്ലൊരു ഉദാഹരണം സക്കായി. അവനെ കുറിച്ച് പറഞ്ഞു, അവൻ യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച മനുഷ്യനാണ്. യേശുവിനെ കാണുവാൻ ആഗ്രഹിച്ച മനുഷ്യൻ, യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ ശ്രമിച്ച മനുഷ്യനാണ്. വിശ്വാസം വർദ്ധിക്കുന്നത് യേശുവുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. നീ ദൂരത്ത് നിൽക്കുകയാണെങ്കിൽ നിനക്ക് വിശ്വാസം വളരെ കുറവായിരിക്കും. നീ യേശുവിനെ അറിഞ്ഞ് യേശുവിനോട് ചേർന്ന് യേശുവുമായുള്ള ബന്ധം പുതുക്കി ജീവിക്കുവാൻ തയ്യാറാകുമ്പോൾ നിന്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കും. ആ വർദ്ധിക്കുന്ന വിശ്വാസം അത് മതി നിന്റെ ജീവിതത്തെ മാറ്റി എഴുതുവാൻ. ഹല്ലേലൂയ. ഈ സഹോദരി യേശുവിനെ കുറിച്ച് അറിഞ്ഞു. ഹല്ലേലൂയ. യേശു ഇന്ന വീട്ടിലുണ്ട്, യേശു പരീശന്റെ വീട്ടിലുണ്ട്, യേശു ഇന്ന വീട്ടിൽ വന്നിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുവാൻ യേശു ഇന്ന വീട്ടിൽ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ യേശുവിനെ അറിഞ്ഞു, യേശുവിന്റെ അടുക്കൽ വന്നു, ചില പ്രവർത്തികൾ ചെയ്യുവാനായിട്ടിടയായി തീർന്നു. അതാണ് യേശു ശ്രദ്ധിച്ചത്. അതാണ് അവളുടെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിച്ചത്. ആ വിശ്വാസമാണ് അവൾക്ക് സമാധാനത്തെയും അവളുടെ ജീവിതത്തെയും തന്നെ മാറ്റിമറിച്ചത്. ഹല്ലേലൂയ. നമുക്ക് യേശുവിനെ അറിയാമെന്ന് പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. യേശുവുമായിട്ടുള്ള ബന്ധം, യേശുവിന് ചെയ്യേണ്ട കാര്യങ്ങൾ, യേശുവുമായിട്ടുള്ള നിരന്തരമായ ബന്ധത്തിലേക്ക് നാം വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയ. ആ വിശ്വാസമാണ് നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസമായി മാറുന്നത്. ഒരു സഹോദരിയും അല്ലെങ്കിൽ ഒരു സ്ത്രീയും ചെയ്യാത്ത പ്രത്യേകമായ കാര്യമാണ് ഈ സ്ത്രീ ചെയ്തത്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, സമയം വളരെ വേണം. ഒരു സ്ത്രീയും ചെയ്യാത്തൊരു കാര്യം, സ്ത്രീകളിൽ ആരും ചെയ്യാത്തൊരു കാര്യമാണ് ഈ സ്ത്രീ ചെയ്തത്. അത് ഞാൻ പറഞ്ഞത് യേശുവുമായിട്ടുള്ള നിന്റെ വ്യക്തിപരമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവരും ചെയ്യുന്നത് പോലെ നീ ചെയ്യരുത്. ഹല്ലേലൂയ. അവർ ചെയ്യുന്നത് പോലെ നീ ചെയ്യരുത്, ഇവർ ചെയ്യുന്നത് പോലെ നീ ചെയ്യരുത്. നിന്റെ പ്രവൃത്തിക്ക് വ്യത്യാസം വരണം. നീയും ദൈവമുള്ള ആ ബന്ധത്തിന് ഒരു വ്യത്യാസം ഉണ്ടാകണം. ആ വ്യത്യാസം കാണുമ്പോഴാണ് കർത്താവ് നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചു. അപ്പോഴാണ് ആ വിശ്വാസം രക്ഷിക്കുന്ന വിശ്വാസമായി മാറുന്നത്. ഹല്ലേലൂയ. അവർ 2 പാട്ട് പാടി, ശരി, ഞാൻ 2 പാട്ട് പാടാം. അവർ 2 ഹല്ലേലൂയ പറഞ്ഞ് 2 ഹല്ലേലൂയ പറയാം. അവരെ ആരാധനയ്ക്ക് ഞാനും നോ, അതല്ല വേണ്ടത്. വ്യക്തിപരമായ നിന്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ നിലപാടുകൾ നീ എടുക്കുമ്പോൾ അതാണ് നിന്നെ രക്ഷിക്കുന്ന വിശ്വാസമായി മാറുന്നത്. ഇവിടെ സഹോദരി ചെയ്ത് അങ്ങനെയാണ്. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിച്ചു വായിച്ചു കഴിഞ്ഞാൽ യേശുവിനെ
ഭക്ഷണത്തെ വിളിച്ചതാരാ? പരീശനാണ്, ശീമോൻ എന്ന പരീശനാണ്. അവൻ യേശുവിനെ ഭക്ഷണത്തിന് വിളിച്ചു. പക്ഷെ അവൻ ചെയ്യേണ്ട ചില നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു. ഒരു യഹൂദന്റെ വീട്ടിലേക്ക്, അല്ലെങ്കിൽ ഒരു വിരുന്നുകാരൻ ഇന്നൊരാളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ വിരുന്നുകാരന് ചെയ്യേണ്ട ചില പ്രവർത്തികൾ അവിടെ എഴുതിയിട്ടുണ്ട്. അവൻ മറന്നുപോയി. അവൻ യേശുവിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ല, മറന്നുപോയി. പക്ഷേ അവൻ ചെയ്തതിനേക്കാൾ വളരെ ഗംഭീരമായി, നന്നായി ഈ സ്ത്രീ ചെയ്തതുകൊണ്ട് അവളുടെ ജീവിതം തന്നെ എൻ്റെ കർത്താവ് മാറ്റി എഴുതി. ഹല്ലേലൂയ. അവളുടെ ജീവിതം വളരെ വ്യത്യാസമായി തീർന്നു. അത് വേറെ ആരുടെയും പ്രവൃത്തിയല്ല, അവളുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട്. ഹല്ലേലൂയ. അവൾ യേശുവിന് വേണ്ടി ചെയ്ത അവളുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് അവളുടെ ജീവിതത്തിന് വലിയൊരു മാറ്റം സംഭവിച്ചെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ആലോചന ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, നിന്റെ ജീവിതത്തിൽ നിന്നും വ്യത്യസ്തമായ ചില പ്രവൃത്തികൾ വെളിപ്പെട്ടു വരുന്നുവെങ്കിൽ ആ പ്രവൃത്തിയാണ് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. എന്റെ ദൈവത്തിന് ഒരു നിമിഷം മതി കേട്ടോ. അതുവരയ്ക്കും പാപത്തിൽ ജീവിച്ചവൾ, അതുവരയ്ക്കും പാപിനി എന്നുള്ള ലേബിൾ ചുമന്നുകൊണ്ട് പോയവൾ, അതുവരയ്ക്കും എല്ലാവരുടെയും കണ്ണിന് മുമ്പിൽ ഭാവി 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 എന്നുള്ള ആ ജീവിതം നയിച്ചുകൊണ്ടവൾ ഒറ്റ പ്രവൃത്തി, അവളുടെ പ്രവൃത്തി നിമിത്തമായി യേശു അവളുടെ ജീവിതത്തെ മാറ്റിമറിച്ചു. കർത്താവ് പറയാം, നിന്റെ വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോടെ പോവുക, ഇനി നീ പാപം ചെയ്യരുത്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവുമായി നമുക്ക് ഒരു ബന്ധം വേണം. ചില പ്രവർത്തികൾ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഉടലെടുക്കണം. അത് യേശു കണ്ടാൽ മതി. അപ്പൊ തന്നെ നിന്റെ ജീവിതത്തിനെ കർത്താവ് വേറെ ലേബിൾ വരും. സെക്കൻഡ് കൊണ്ടല്ലേ ദൈവം പ്രവർത്തിക്കുന്നത്, അല്ലേ? അതെ. ഹല്ലേലൂയ. നിങ്ങൾ വേദപുസ്തകം പഠിച്ചു കഴിഞ്ഞാൽ ഒറ്റ സെക്കൻഡ് കൊണ്ടാണ് ദൈവം കർത്താവായ യേശു ക്രിസ്തു ഓരോ മനുഷ്യരെ മാറ്റിയിരിക്കുന്നത്. അതെല്ലാം അവരുടെ പ്രവർത്തികൾ നിമിത്തമാണ്, വ്യക്തിപരമായുള്ള പ്രവർത്തികൾ. ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീയും ചെയ്യാത്ത ഒരു കാര്യം ഈ സ്ത്രീ ചെയ്തു. ആ പരീക്ഷ ചെയ്യാത്ത കാര്യം ഈ സ്ത്രീ ചെയ്തു. ഹല്ലേലൂയ.